ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് 5 പൈസ പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ MCX വീക്കിലി റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ അത്രയ്ക്ക് വലിയൊരു മൂവ്മെന്റ് ഒന്നും വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നാച്ചുറൽ ഗ്യാസ് ഒരു സ്പെസിഫിക് ആയിട്ട് കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതായിരുന്നു തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു 281 ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. ചൊവ്വാഴ്ച 286 ഭാഗത്ത് നിർത്തി താഴേക്ക് ഇറങ്ങി, വീണ്ടും 270 ബ്രേക്ക് ചെയ്തു. പക്ഷെ എന്നാൽ 266 തിരിച്ച് വീണ്ടും 270ക്ക് മുകളിൽ ക്ലോസ് ചെയ്തു. വീണ്ടും അതിനകത്ത് ഈ 282നും 270 ഇടയ്ക്ക് 12 പോയിന്റ് കടന്ന് കളിച്ചു. ഇന്നലെയും ആ 270 ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ ക്ലോസ് ചെയ്തിട്ടില്ല. എന്നാൽ 270ക്കും 282നും ഇടയ്ക്കുള്ള ആ റേഞ്ച് തന്നെ കളിക്കുകയാണ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ ഡേ ആണ്. ന്യൂട്രൽ ഡേ അല്ല, ന്യൂട്രൽ വീക്ക് ആണ്. സോ ന്യൂട്രൽ വീക്ക് എന്ന് പറയുമ്പോൾ ആസ് എ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ എന്ന നിലയിൽ എന്താണ് ന്യൂട്രൽ ഡേയ്സ് അല്ലെ ന്യൂട്രൽ പ്രൊഫൈൽസ് ആർ ഫോളോവ്ഡ് ബൈ എ ട്രെൻഡിങ് പ്രൊഫൈൽ എന്നാണ് മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രാറ്റജീസിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസിൽ ഞാനൊരു ട്രെൻഡിങ് മൊമെന്റം ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ 2 ആഴ്ചയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് വിൽ ബി എ വെരി ഗുഡ് മൂവ്. സോ നാച്ചുറൽ ഗ്യാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സോ കഴിഞ്ഞ ആഴ്ച നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ പ്യുവർലി പറയുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ഗ്യാസ് ഒരു ന്യൂട്രൽ വീക്ക് ആയിരുന്നു. ഓൾമോസ്റ്റ് വാല്യൂ ഏരിയയുടെ അവിടെ തന്നെയാണ് 280 ഭാഗത്തൊക്കെ തന്നെയാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. ഇനി നാച്ചുറൽ ഗ്യാസിൽ ഒരു ഫ്രഷ് മൊമെന്റം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 292 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ വാല്യൂ ഏരിയ ഹൈ, ഈ 292 മുകളിൽ നാച്ചുറൽ ഗ്യാസ് സസ്റ്റെയിൻ ചെയ്യുന്നതിന് നാച്ചുറൽ ഗ്യാസിൽ ഒരു മൊമെന്റം പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ആ മൊമെന്റം എങ്ങോട്ട് പോകും? ഈ ഒരു 318 326 എന്ന് പറഞ്ഞാൽ ഈ ഒരു POC, അതായത് ഈ കഴിഞ്ഞ ആഴ്ചത്തെ POC ആ 318 ഭാഗത്തും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 326 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 292 to 293 മുകളിൽ നാച്ചുറൽ ഗ്യാസ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഗ്യാസ് 318 325 and 6 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്സൽ ട്രേഡ് സെറ്റ് നാച്ചുറൽ ഗ്യാസിന് പോസിബിൾ ആണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ 367 368 ഒക്കെ വേണമെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് എത്താനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് നാച്ചുറൽ ഗ്യാസിൽ പറയുമ്പോൾ ഞാൻ പറയേണ്ടി വരുന്നെങ്കിൽ എന്താണ് ക്ലിയർ ആയി പറയുകയാണെങ്കിൽ ഈ ഒരു 326 to 27 30 330 ആ റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തെ ഫസ്റ്റ് വീക്കിൽ വന്ന സിംഗിൾ പ്രിന്റ് കണ്ടല്ലോ, ഈ സിംഗിൾ പ്രിന്റ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ നാച്ചുറൽ ഗ്യാസിലേക്ക് അധികം വലിയ ഡൗൺവേർഡ് മൂവ്മെന്റ് ഒന്നും കാണുന്നില്ല. 260 290 അതായത് 270നും 292 ഇടയ്ക്കുള്ള 22 പോയിന്റിനകത്തേക്കുള്ള റേഞ്ചാണ് ഞാൻ അടുത്ത ആഴ്ചത്തേക്ക്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല, നാച്ചുറൽ ഗ്യാസ് പൊട്ടി മുകളിലോട്ടൊന്നും പോയിട്ടില്ല എങ്കിൽ ഈ ഒരു 292 270 ഒരു 266 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചിന്റെ ഭാഗത്തൊക്കെ സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ റേഞ്ച് കളിക്കാനുള്ള ചാൻസ് ആയിരിക്കും നാച്ചുറൽ ഗ്യാസിൽ കൂടുതൽ കാണുന്നത്. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് സെല്ലിംഗ് ഒന്നും നാച്ചുറൽ ഗ്യാസ് ഞാൻ കാണുന്നില്ല. അത് സ്വാഭാവികമായിട്ട് ഉള്ളതുപോലെ പറയണമല്ലോ. അപ്പം അതുകൊണ്ട് നാളെ താഴെ കടിച്ച് നാളെ ഉഗാണ്ടയിൽ പോകുന്നു പറഞ്ഞ ഒരു കാര്യമില്ല. 270ക്ക് താഴെ നാച്ചുറൽ ഗ്യാസ് സസ്റ്റെയിൻ ചെയ്യുന്നത് ക്ലോസ് ചെയ്ത് ഒരു ഡേ ക്ലോസിംഗ് ഒക്കെ വരികയാണെങ്കിൽ മാത്രമേ എന്തിലോട്ട് പോകുള്ളൂ, ഈ പഴയ ഈ റെഫറൻസ് ആയ 250 266 ഈ 266 കണ്ട ഈ 264 താഴെ സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്താൽ മാത്രമേ നാച്ചുറൽ ഗ്യാസ് എങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉള്ളൂ, ഈ 248 247 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് കാണുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 264 താഴെ മാത്രമേ നാച്ചുറൽ ഗ്യാസിൽ ബ്രേക്ക് ഡൗണിൽ ഒരു ട്രേഡ് വരുള്ളൂ. ഇല്ല എങ്കിൽ 264 ഭാഗത്ത് എത്തുമ്പോൾ ഒരു ഡിപ്പ് ബൈയിങ് എടുത്ത് തിരിച്ച് വീണ്ടും ഈ റേഞ്ച് പ്ലേ അപ് ടു 286 എന്നൊക്കെ പറഞ്ഞാൽ ഈ റേഞ്ച് പ്ലേ കളിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പം 2 ട്രേഡ് സെറ്റപ്പ് അടുത്ത ആഴ്ചത്തേക്ക് ഓപ്പൺ ആണ്. 293ക്ക് മുകളിൽ 318 330 ഭാഗത്തേക്കും 330 പൊട്ടാണെങ്കിൽ ഓർത്തോളുക, ഹെവി ആയിട്ടൊരു മൂവ്മെന്റ് അപ്സൈഡ് വരും. കുറേ സിംഗിൾ പ്രിന്റ് ഫില്ല് നാച്ചുറൽ ഗ്യാസ് കിടപ്പുണ്ട്. ഇല്ല 280 അകത്താണെങ്കിൽ ഇവ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് 274 270 നിൽക്കും. 264 പൊട്ടിയാൽ മാത്രമേ താഴേക്ക് പോകുള്ളൂ. ഇല്ലെങ്കിൽ ഡിപ്പ് ബൈ ഓൺ ഡിപ്പ് സെറ്റപ്പ് നാച്ചുറൽ ഗ്യാസിൽ എടുക്കാം. ഒരു ന്യൂട്രൽ വീക്ക് ആയിരുന്നു നാച്ചുറൽ ഗ്യാസ്. POC വന്നിരിക്കുന്നത് 274 ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കട്ടെ ക്രൂഡ് ഓയിൽ ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. കഴിഞ്ഞ ആഴ്ച ഈ ഇറാന്റെ ഇഷ്യൂവില് ക്രൂഡ് ഓയിലിന്റെ വില അങ്ങോട്ട് കയറി, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ക്രൂഡ് ഓയിൽ അങ്ങ് കയറി. 6100 ക്രൂഡ് ഓയിൽ പോയായിരുന്നു, തിരിച്ചു വന്ന് 6042 ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു സെല്ലിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്ത ബാലൻസിന്റെ ഭാഗത്തേക്ക് വന്ന് അവിടെ ഒരു ബാലൻസ് ഫോർമേഷൻ ക്ലിയർ ആയി കാണിക്കുന്നുണ്ട്.
ഇനി ക്രൂഡ് ഓയിൽ ഞാൻ ബൈ എടുക്കുന്നത് 6100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ക്രൂഡ് ഓയിൽ ഒരു ബൈയെ കുറിച്ച് ഇപ്പൊ ക്രൂഡ് ഓയിൽ ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വീക്കാണ്. POCയുടെ ഭാഗത്ത് POC മുകളിലോട്ട് മെർജ് ചെയ്തിട്ടുണ്ട്, 6030 ഭാഗത്ത് നിൽക്കുന്നു. ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് ഈ 6030 6000 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് നിങ്ങൾ കണ്ടല്ലോ 5914, ഈ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനും അതിന് താഴെ ഈ 5844 വരെ വരാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ 6000 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 5918 5845 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ സെറ്റപ്പ് ഒന്ന് ഇവിടെ ഒരു ഫില്ലിംഗ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്ന ഈ ഒരു ഹൈ കണ്ട വാല്യൂയുടെ ഈ വാല്യൂയുടെ ഹൈയും ഈ വാല്യൂയുടെ ഹൈ സെയിം ആണ്. സോ 6120 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ക്രൂഡ് ഓയിൽ എന്ത് ചെയ്യാം, മോളിലോട്ടൊരു മൊമെന്റം പ്രതീക്ഷിക്കാം. ആ മൊമെന്റം എങ്ങോട്ട് പോവാം, നമ്മളെ പഴയ ഹൈസിന്റെ ഭാഗത്തേക്ക് 6200 300 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ. ഈ ഫസ്റ്റ് പോകുന്നത് 6120 മുകളിൽ നിൽക്കുന്ന 6177 6281 6300 ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ 6120 മുകളിൽ ക്രൂഡ് ഓയിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ് ടു 6300 വരെ പോകാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഇല്ല 6000 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ സ്പെസിഫിക് പറയുകയാണെങ്കിൽ 5921 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് വന്ന് 5910 5840 എന്ന് പറഞ്ഞ ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയയുടെ ഭാഗത്തേക്ക് വരാം. എത്രയാണ് 5840 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ, ഈ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വരുന്നത്. ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വീക്കാണ്. സോ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് കുറവാണ്. എപ്പോഴും ന്യൂട്രൽ എക്സ്ട്രീം ഡേ ഗീവ് എ ഫോളോ അപ്പ് ഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ ന്യൂട്രൽ എക്സ്ട്രീം വീക്ക് ആണെങ്കിൽ ന്യൂട്രൽ എക്സ്ട്രീം പ്രൊഫൈൽസ് ഒരിക്കലും ഫോളോ അപ്പ് തരില്ല. സോ അതുകൊണ്ട് 6000 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് 5914 അതിന് താഴെ 5844 പറഞ്ഞ ഈ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്സ് ട്രേഡ് സെറ്റപ്പ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വളരെയധികം പോസിബിൾ ആണ്. ഇനി അടുത്ത് നമുക്ക് ഗോൾഡും സെയിം ആണ്. ഗോൾഡ് ഒരു ന്യൂട്രൽ സ്ട്രീം അപ്പായിരുന്നു. ഇതാണ് മൺഡേയുടെ പ്രൊഫൈല്. അവിടെ താഴേക്ക് ഇറങ്ങി സെല്ലിങ് വന്ന്, പക്ഷെ 4860 ഭാഗത്ത് ഇപ്പോഴും നമ്മൾ ഗോൾഡിൽ XAUSD ബൈയും കാണുന്നത്. അപ്പം 4860 എന്ന് പറഞ്ഞാൽ ഒരു ഫോറക്സ് പ്ലെയറിന്റെ ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് കരുതണം. കാരണം കഴിഞ്ഞ കുറെ പ്രാവശ്യങ്ങളായിട്ട് ഈ ഭാഗത്തൊക്കെ വന്ന് ആശാൻ തിരിച്ചു കയറുന്നത് കണ്ടല്ലോ. അപ്പോൾ 4860 ഭാഗത്തൊരു ഡിമാൻഡ് ഗോൾഡിന് കൊണ്ട് അത് ഡിമാൻഡ് എങ്ങോട്ട് പോയി, കഴിഞ്ഞ ലിക്വിഡേഷൻ വന്ന തേഴ്സ്ഡേ 12 ഫെബ്രുവരിയുടെ ആ ലിക്വിഡേഷൻ വന്ന 5182 എന്ന് പറഞ്ഞ ആ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്ത് 5102 എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ ഏരിയ ഹൈ ടച്ച് ചെയ്ത് അതിന് മുകളിൽ ജസ്റ്റ് 2 പോയിന്റ് മുകളിൽ 5104 അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ന്യൂട്രൽ സ്ട്രീം അപ്പാണ് വിത്ത് POC 5025 ഭാഗത്ത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വേണമെങ്കിൽ ഒരു മീൻ റിവേർഷൻ ട്രേഡ് സെറ്റപ്പ് ഗോൾഡിനെ സംബന്ധിച്ച് പോസിബിൾ ആണ്. അപ്പം ഗോൾഡിന് ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എടുക്കുന്നത് 5120 മുകളിൽ 5120 മുകളിൽ ഗോൾഡ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 5242 വേണമെങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് 5300 അതിന് മുകളിൽ ഹൈ അടിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 5122 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫ്രഷ് ഡിമാൻഡ് വന്ന് അത് 5200 5290 5300 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളൂ. ഇല്ല എങ്കിൽ അവൻ തിരിച്ച് താഴേക്ക് ഇറങ്ങി ഈ ഒരു 5032 28 26 ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ ട്രേഡ് സെറ്റപ്പിലേക്ക് വന്ന് അവിടെ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും പറയണേ 4920 ഭാഗത്തോ അല്ലെങ്കിൽ 4860 ഭാഗത്തെ മാർക്കറ്റ് കിട്ടുവാണെങ്കിൽ ഗോൾഡിൽ ഇപ്പോഴും ഒരു ഡിമാൻഡ് പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. ഫോറക്സ് പ്ലേയേഴ്സ് അത് വെച്ച് പ്ലേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ 4860 ആ ഭാഗത്ത് എത്തുമ്പം ഗോൾഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡ് മിനിയോ ഗോൾഡ് മൈക്രോയോ ചെറിയ നിങ്ങളുടെ മാർജിൻ അനുസരിച്ചുള്ള ഒരു പൊസിഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ ഡിമാൻഡ് മുകളിൽ 5120 മുകളിൽ മാത്രമേ ഫ്രഷ് ഡിമാൻഡ് ഉള്ളൂ. അത് ഞാൻ ഈ പറഞ്ഞ ടാർഗറ്റ് 5200 5290 5300 ഭാഗത്തേക്ക് പോകും. ഇല്ല എങ്കിൽ തിരിച്ച് അവ എങ്ങോട്ട് വരും, ഈ ആഴ്ചയിൽ ഈ 5026 5000 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ 5000 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗോൾഡ് എങ്ങോട്ട് പോകും, 4920 4860 ഭാഗത്തേക്ക് വരും. 4860 ഭാഗത്ത് ഇപ്പോഴും ഡിമാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കാരണം ഇന്ത്യ യൂറോ അമേരിക്കൻ മാർക്കറ്റിൽ അമേരിക്കയുടെ
ട്രംപിന്റെ താരിഫ് കുറയ്ക്കാൻ ആര് പറഞ്ഞു? കോടതി പറഞ്ഞു. ട്രംപ് പറഞ്ഞു വീണ്ടും ഞാൻ താരിഫ് 15 ആക്കുമെന്ന് പറഞ്ഞ് അവൻ ഇന്നലെ പറഞ്ഞു. ശരിക്കും പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഒരു മൂമെന്റം ഈ ഒരു പിന്നെ ഇറാൻ ആക്രമിക്കുമെന്ന് പറഞ്ഞ രീതിയിൽ പോകുന്നു. അങ്ങനെ കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസും US മാർക്കറ്റ് ഉള്ളത് കൊണ്ട് പൊതുവെ ഗോൾഡിന് ഒരു ഡിപ്പ് ബൈങ്ങിന്റെ ചാൻസ് ഇപ്പോഴും മാർക്കറ്റ് കാണുന്നുണ്ട്. 4860 ഭാഗത്തേക്ക് ഡിപ്പ് ബൈങ് ഇപ്പോഴും പ്രവെയിൽ ആകുന്നുണ്ട്. അതേപോലെ നിങ്ങൾ നോക്കിയ സിൽവർ വലി, ഇപ്പം ഗോൾഡിന് ഇപ്പൊ സിൽവർ നോക്കിയാൽ സിൽവറും സെയിം അതേപോലെ ന്യൂട്രൽ സ്ട്രീം അപ്പ് വീക്കാണ്. സിൽവറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ലൊരു ഹെവി അപ്വേർഡ് മൂവ്മെന്റ് വന്നു. സിൽവറിനെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു ഹെവി അപ്വേർഡ് മൂവ്മെന്റ് വന്നിട്ട് അവൻ തിരിച്ച് 84 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടന്റ് കഴിഞ്ഞ വീക്കിന്റെ വാല്യൂ ഏരിയ ഹൈ സെല്ലിംഗ് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. സിൽവറിൽ $74 ഭാഗത്ത് ഒരു ബൈയിങ് കാണുന്നുണ്ട്. ഈ വീക്കും ന്യൂട്രൽ സ്ട്രീം അപ്പ് വീക്കാണ്. POC കിടക്കുന്നത് 78 ഭാഗത്താണ്. 74 ഭാഗത്തേക്ക് കിട്ടുമെങ്കിൽ ഡിപ്പ് ബൈങ് നിങ്ങൾക്ക് സിൽവറിൽ നോക്കാവുന്നതാണ്. ഒരു കാര്യം ഓർത്തോളാം, ഇനി ഫ്രഷ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ $87 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. $87 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോളുക, അവ ഈ $94 ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും അതിന് മുകളിൽ വേണമെങ്കിൽ ഈ 106 110 ഭാഗത്തെ 108 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് സിൽവർ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സെല്ലിങ് ഞാൻ എന്ത് ചെയ്യുന്നു, $73 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സെല്ലിംഗ് എടുത്ത് ആ സെല്ലിംഗ് ഞാൻ പറഞ്ഞ പോലെ എവിടെ പോവാം, $64 ഭാഗത്തേക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു ഡിപ്പ് ബൈയിങ് ആണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് XAUSDയിലും XAGUSDയിലും സിൽവറിലും ഗോൾഡിനും. കാരണം ഈ ഒരു പശ്ചിമേഷ്യയിലെ ഇഷ്യൂസ് കിടക്കുന്നതുകൊണ്ട് മാർക്കറ്റിൽ പൊതുവെ ഒരു മൊമെന്റം ബൈയിങ് സൈഡിലേക്ക് കാണുന്നതുകൊണ്ട് അത് വലിയൊരു താഴേക്ക് പോവില്ല. ഫ്രഷ് ഡിമാൻഡ് $86 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം സിൽവറിന് ഫസ്റ്റ് ഡിമാൻഡ് എടുക്കാം. ഇല്ല എങ്കിൽ $78-74 ഭാഗത്തേക്ക് കിട്ടുമെങ്കിൽ ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഈ 86-87 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 90-100 വരെയൊക്കെ പോകാനുള്ള ചാൻസ് സിൽവറിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഗോൾഡ് ഞാൻ പറഞ്ഞ 5120 മുകളിൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പ്രഷ്യസ് മെറ്റലില് ഒരു ഡിപ്പ് ബൈയിങ് ആണ്. $74 ഭാഗത്ത് സിൽവറിലും $4860 ഭാഗത്ത് ഗോൾഡിലും ഞാൻ ഒരു ഡിപ്പ് ബൈയിങ് ആണ് ഞാൻ ആക്ട് ചെയ്യുന്നത്. ഇല്ല എങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ബൈയിങ് എടുക്കുന്നത് $5120 മുകളിൽ ഗോൾഡിലും $87 മുകളിൽ സിൽവറിലും. ഇതാണ് എന്റെ ആക്ഷൻ. ഇൻ ബിറ്റ്വീനിൽ സെല്ലിംഗ് ആക്ഷൻ ഞാൻ കുറച്ച് നോക്കുന്നില്ല, കാരണം മാർക്കറ്റ് വേണമെങ്കിൽ ഒരു ബാലൻസ് തരാവുന്നതുകൊണ്ട് റിസ്ക് ആ സമയത്ത് ആ ദിവസത്തെ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം ഞാൻ ട്രേഡ് ചെയ്യുന്നതാണ്. ഇതാണ് എന്റെ പ്രഷ്യസ് മെറ്റലിൽ പറയാനുള്ള ഓവറോൾ വ്യൂ. ഇനി എനർജി സെക്ടറിൽ പറയുന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ ഒരു ഹൈ ടോപ്പിൽ നിൽക്കുകയാണ്. ഇന്നലെ കുറച്ച് സെല്ലിംഗ് ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ക്രൂഡ് ഓയിൽ കണ്ടിട്ടുണ്ട്. അപ്പം 6120 മുകളിൽ ക്രൂഡ് ഓയിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പഴയ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ 6000 അപ് ടു 6200 6271 6300 ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ് നമ്മുടെ MCXൽ പോസിബിൾ ആണ്. ഇല്ല 6000 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചിറങ്ങി 5914 5744 ഭാഗത്തേക്ക് വന്ന് ആ ഭാഗത്തൊക്കെ ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ ഇപ്പം കഴിഞ്ഞു പോയ വീക്കിന്റെ ഈ കുറച്ച് ഏരിയാസ് ഒക്കെ ഫില്ല് ചെയ്യാനൊക്കെ കിടപ്പുണ്ട്. ഇതായിരിക്കും ഓയിലിനെ സംബന്ധിച്ച് പറയേണ്ടത്. നാച്ചുറൽ ഗ്യാസ് കഴിഞ്ഞ വീക്കിൽ ന്യൂട്രൽ വീക്കായിരുന്നു. അപ്പൊ ന്യൂട്രൽ പ്രൊഫൈൽസ് ഒരിക്കലും ഒരു ട്രെൻഡിങ് പ്രൊഫൈലിന്റെ സ്ട്രക്ചറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നാച്ചുറൽ ഗ്യാസ് നിങ്ങൾ ഓർത്തോളൂ, 265-270 ഭാഗത്ത് ഡിമാൻഡ് ഉണ്ട്. ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ ഡിമാൻഡ് ബൈയിങ്ങിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നതാണ്. 293 മുകളിൽ മാത്രമേ ഒരു ബ്രേക്ക് ഔട്ട് ബൈയിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. സോ അത് ഞാൻ ഈ പറഞ്ഞ 318 330 ഒക്കെ വേണമെങ്കിൽ ഈവൻ അതിന് മുകളിലും പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു വൈൽഡ് ഡോഗ് ആണ് ആരാണ് നാച്ചുറൽ ഗ്യാസ്. സോ സൂക്ഷിച്ച് ട്രേഡ് ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ പണിയിട്ടുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് എൻ്റെ MCXന്റെ ഈ വരാൻ പോകുന്ന വീക്കെൻഡ് ഓവറോൾ വ്യൂ. പുതിയ MCXന്റെ സപ്പോർട്ട് പ്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും ഈ ഫോറക്സിൽ കൊടുക്കുന്ന ലെവൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെയും ട്രേഡ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും MCXന്റെ സപ്പോർട്ട് പ്ലാനിൽ ജോയിൻ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിത്ത് ആൻ ഓഫർ പാക്ക് ഒക്കെ ജോയിൻ ചെയ്യണമെന്നെങ്കിൽ തംബ്ലൈനിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. ഒരു 10 പേർക്കുള്ള സ്ലോട്ട് ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഈ 10 പേർക്ക് എടുക്കുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ എടുക്കില്ല. സോ നിങ്ങൾക്ക് MCXന്റെ സപ്പോർട്ട് പ്ലാനിൽ ജോയിൻ ചെയ്യണം, എൻ്റെ കൂടെ ട്രേഡ് ചെയ്യണമെന്ന് താല്പര്യം. ഇപ്പം സിൽവർ ഫ്യൂച്ചർ കഴിഞ്ഞ ആഴ്ച നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്തായിരുന്നു. നാച്ചുറൽ ഗ്യാസ് നല്ല നമ്മൾ ട്രേഡ് വളരെ കുറവാണ്, ബട്ട് വി ആർ ഡൂയിങ് വെരി ഗുഡ് ട്രേഡ്സ്. അതാണ് നമ്മൾ ട്രേഡിന്റെ ആക്യുറസി വളരെ കൂടുതലാണ്, ട്രേഡിന്റെ എണ്ണവും കുറവാണ്, പ്രോഫിറ്റ് ഇടുന്ന ട്രേഡ്സ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ കൂടെ MCX സപ്പോർട്ട് പ്ലാനിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തമ്മിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി സൺഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്. ഹാപ്പി ട്രേഡിംഗ്.